പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുഞ്ഞുമനസ്സിൻ നൊമ്പരങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടിയുള്ളത് ക്രിസ്റ്റീനിലെ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനോട് നമുക്ക് ചോദിക്കാം. സന്തോഷേട്ടാ, കുറ്റബോധം എന്നൊരു ഫീലിംഗ് ഉണ്ട്, പാപബോധം എന്നൊരു ഫീലിംഗ് മറ്റൊന്നുണ്ട്. നമ്മൾ ബൈബിൾ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു പത്രോസും യൂദാസും. അവരെ രണ്ടുപേരും ചെയ്ത തെറ്റ് ഒന്നായിരുന്നു. അവർ തങ്ങളുടെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു വിവിധ രീതികളിൽ. എന്നാൽ യൂദാസ് ചെയ്തത് പോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. യൂദാസിനുണ്ടായിരുന്നത് കുറ്റബോധമാണ്. എന്നാൽ പത്രോസ് പാപബോധത്തോടെ അനുദപിച്ചു. അവസാനം പത്രോസ് എന്ന പാറയുടെ മേളിലാണ് ഇന്ന് നമ്മുടെ സഭ സ്ഥാപിതമായത്. എന്താണ് ഈ രണ്ട് ഫീലിംഗ് തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് ഫീലിംഗ് വ്യത്യാസം, ഒന്ന് പാപബോധം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്നു, കുറ്റബോധം മനുഷ്യനെ തിന്മയിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ പത്രോസും യൂദാസും ഒരേപോലെ വളർന്നു വന്നവരാണ്. രണ്ടുപേർക്കും അവസാന സമയത്ത് തെറ്റ് സംഭവിച്ചു. പത്രോസിനെ സംബന്ധിച്ചോളം പാപബോധത്തിലൂടെ രക്ഷ സ്വന്തമാക്കി. അതുകൊണ്ടാണ് പത്രോസാകുന്ന പാറയുടെ മേലെ ദൈവസഭയെ പണിത് ഉയർത്തി. പക്ഷേ യൂദാസിന് സംഭവിച്ചത് കുറ്റബോധമായിരുന്നു. കുറ്റബോധം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താ, ഞാനൊരു പാപം ചെയ്തു, അതൊരിക്കലും ദൈവം ക്ഷമിക്കുകയല്ല എന്നൊരു തോന്നലാണ്. ആ തോന്നൽ പറഞ്ഞാൽ, വേറെ പറഞ്ഞാൽ ദൈവത്തിന് അനന്തമായ കരുണയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈശോ ഏതൊരു കാര്യം ചെയ്താലും ക്ഷമിക്കുമെന്നാണ് ഈശോയുടെ വചനം നമ്മളെ പഠിപ്പിക്കുക. ഈശോ കാണിച്ചു തന്നതാണ്. പക്ഷെ ആ ഈശോയുടെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ ഈ കുറ്റബോധമുള്ള ആൾക്കൊരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ കുറ്റബോധം എന്ത് ചെയ്യുന്നു, ഈശോയുടെ വലിപ്പത്തെ അംഗീകരിക്കാൻ നമ്മളെ മനസ്സിനെ അനുവദിക്കില്ല. അപ്പോൾ യൂദാസിനെ സംബന്ധിച്ചോളം അയാൾ തെറ്റ് ചെയ്തു. ആ തെറ്റെന്ത് ചെയ്യുന്നു, ഈശോ ക്ഷമിക്കാൻ വയ്യാത്ത വണ്ണം അല്ല വലിപ്പമായിട്ട് കരുതി. അപ്പോൾ ഈശോയ്ക്കാണ് വലിപ്പം, അതായത് ഈ തെറ്റിനാണ് വലിപ്പം? ഈശോയ്ക്കാണ് വലിപ്പം. പക്ഷെ ഇയാൾ ചിന്തിച്ചത് എന്താ, ഈ തെറ്റിനാണ് വലിപ്പം. ഈ ഞാൻ ചെയ്ത വലിയ തെറ്റിന് മുമ്പിൽ ഈശോ വളരെ ചെറുതാണ് കണ്ടത്. എന്നാൽ പത്രോസ്ലിയ കണ്ടത് എങ്ങനെയാണ്, ഞാൻ ചെയ്ത തെറ്റ് വലുതാണ്, പക്ഷേ ആ തെറ്റും എന്ത് ചെയ്യുന്നു, ഈശോയുടെ അനന്തമായ വലിപ്പം ഇല്ലെങ്കിൽ ആ സ്നേഹത്തിൽ അത് വെറും ഈശോയ്ക്ക് വെറും നിസ്സാരമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ രക്ഷയിലേക്ക് നയിക്കാൻ സാധിക്കുന്നു. ഇന്ന് അനേക കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു ഇതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അരുതാത്തൊരു കാര്യം ചെയ്യുന്നു, പിന്നെ ചെയ്തല്ലോ എന്നോർത്തുള്ള വിഷമം മൂലം എന്ത് ചെയ്യുന്നു, ജീവിതം തന്നെ നശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ സംഭവം പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത നാളിൽ പരിചയപ്പെട്ട ജെറി എന്ന പേരുള്ള കുട്ടിയുടെ അനുഭവം. ഞാൻ ഇവനെ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ പല ധ്യാനങ്ങൾക്കും വരുന്നുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച്. വലിയവധിക്ക് വരും, ഓണവധിക്ക് വരും, ക്രിസ്മസ് അവധിക്ക് വരും, വീണ്ടും എന്ത് ചെയ്യും വരിക. അപ്പോൾ 2-3 വർഷമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന കണ്ടപ്പോൾ ഒരു ദിവസം ഇവനെ വിളിച്ച് ചോദിച്ചു, മോനെ നീ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, നീ എന്തിനാണ് വീണ്ടും വീണ്ടും ധ്യാനം കൂടാൻ വരുന്നത്? അപ്പോൾ അവൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പ്. ആ തെറ്റിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ വീണ്ടും ഞാൻ ധ്യാനം കൂടാൻ വരുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി വരുന്നു പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം കേട്ടപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്. 2-ാം ദിവസം ഇവനെ വ്യക്തിപരമായിട്ട് വിളിച്ച് ചോദിച്ചു, മോനെ കൂട്ടാ എന്താ നിൻ്റെ സംഭവിച്ച തെറ്റെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞാണ്, 2 വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം കൂടുന്നതിന് മുമ്പ് അവൻ ഒരു പെൺകുട്ടിയെ, അവൻ അടുത്തൊരു ബന്ധുവിനെ മോശമായ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആ കുട്ടിയോട് അവൻ ചെയ്തു. അവനും ഈ പെൺകുട്ടിക്കും അല്ലാതെ വേറെ ആർക്കും ഈ ലോകത്ത് അറിയത്തില്ല. ഇത് മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 വർഷം മുമ്പ് ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വന്നു. ഈ ഇതിനെക്കുറിച്ച് കേട്ടു, അനുദപിച്ചു, ഏറ്റു പറഞ്ഞു. ഇതിപ്പോൾ പറഞ്ഞു, ഞാനിവിടെ വന്ന് കുമ്പസാരിച്ച് ഏറ്റു പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും 1 മാസം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്ത വീണ്ടും വരും. ചിന്ത വരുന്ന ഇതാണ്, ഈശോ ക്ഷമിച്ചോ ഇല്ലയോ എന്ന് സംശയം. അപ്പോൾ ഈശോ ക്ഷമിച്ചോ എന്ന് സംശയം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത കുട്ടിയാണ്, അവിടെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയില്ലെന്ന നെഗറ്റീവ് ചിന്തകൾ മൂടപ്പെടും. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ധ്യാനം കൂടാൻ വരിക. അവിടെ വന്നിട്ടും അവൻ ചെയ്യുന്നത് എന്താ അറിയാമോ, ഈ പഴയ പാപത്തെ ഓർത്ത് വീണ്ടും അനുദപിക്കുന്നു. യേശു പറയുന്നു, ഈശോയെ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓണാവധി ധ്യാനം കഴിഞ്ഞ് വീണ്ടും ചെന്നിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും അവന് വരിക. ഇതുകൊണ്ടാണ് ഇവൻ വീണ്ടും വീണ്ടും ധ്യാനത്തിൽ വരുന്നത്. അപ്പോൾ ധ്യാനത്തിൽ വരുമ്പോൾ അവൻ്റെ അവസ്ഥ ഇതാണ്, ദൈവം അവന് ദാനമായ ജീവിതം നൽകിയിരിക്കുന്നു. ആ ദാനമായി ലഭിച്ചിരിക്കുന്ന ജീവിതം എന്ത് ചെയ്യുന്നു, ഈ കുറ്റബോധത്താൽ എന്ത് ചെയ്യുന്നു, അസ്വസ്ഥപ്പെടുകയാണ്. വാസ്തവം പറഞ്ഞാൽ ഇവന്
ആദ്യ കുമ്പസാരത്തിൽ പാപമേറ്റ് പറഞ്ഞപ്പോൾ ദൈവം ക്ഷമിച്ചുവെന്ന് ഇവൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവൻ്റെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ, ശാന്തത കിട്ടുമ്പോൾ, പ്രാർത്ഥന കഴിയുമ്പോൾ സ്വന്തമായി ഈശോയെ സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന്, തീക്ഷ്ണതയിൽ നിന്ന് അല്പം മാറുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? ഈ പഴയ പാപം അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വിഷമം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. വാസ്തവത്തിൽ ഈ വിഷമം പോലെ എന്ത് സംഭവിക്കുന്നറിയാമോ? അവന് ഈശോ നൽകിയിരിക്കുന്ന പുതിയ ജീവിതത്തിൻ്റെതായ സന്തോഷത്തിലേക്ക് വരുവാൻ അവന് സാധിക്കുന്നില്ല. അവനാപ്പാടെ വിഷമമാണ്. നമ്മളാരും ഉദ്ദേശിക്കുന്നില്ല. കുറ്റബോധം വന്നു കഴിഞ്ഞാൽ കുറ്റബോധത്തിൽ നിന്ന് നിരാശ വരും. നിരാശയിൽ നിന്നാണ് പലപ്പോഴും കുറ്റബോധം അടിമപ്പെടുന്ന വ്യക്തികളാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് കാരണമായി തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചില പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ, ചില വ്യക്തികൾ അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ആ പ്രതിയെ കണ്ടുകിട്ടുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ പ്രതി എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലത്ത് ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ വായിച്ചിട്ടില്ലേ? ആക്ച്വലി സംഭവിച്ചെന്താണ്? താൻ തെറ്റ് ചെയ്തു, ഇനി ഒരിക്കലും ആരും എന്നോടും ക്ഷമിക്കുകയില്ല, പൊറുക്കുകയില്ല എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ആ നിരാശയുടെ മേൽ ഈവിൾ സ്പിരിറ്റ് വരുന്നു. ഈവിൾ സ്പിരിറ്റ് എന്ത് ചെയ്യുന്നു? സൂസൈഡ് ചെയ്യാനായിട്ട് ആ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സന്തോഷേട്ടാ, നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ അറിയാതെ ഒരു പാപം ചെയ്തു പോയി, ഈശോ എന്നോട് ക്ഷമിക്കുകയില്ല എന്നൊരു ചിന്തയുള്ളവർ എന്താണേലും ഇനി പ്രാർത്ഥിച്ചിട്ടും മറ്റൊന്നും കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെ ആ തിന്മയുടെ ജീവിതം തന്നെ പിന്തുടർന്ന് പോകുന്നവരുമില്ലേ? കുറേ പേരുണ്ട്. ഉദാഹരണമായിട്ട് ഒരു തെറ്റ് ചെയ്തു വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നറിയാമോ, ഞാൻ നന്നാകത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് തുടരാൻ നോക്കുന്നു. അതൊരിക്കലും ദൈവികമായ ചിന്തയല്ല. മറിച്ച് ഇപ്പം നമ്മുടെ മോൻ അല്ലെങ്കിൽ ചെളിയിൽ വീണു. ഇപ്പം നീ ഇപ്പം ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്നവർക്ക് ചെളിക്കകത്ത് വീണു, അല്ലെങ്കിൽ ഓടയ്ക്കകത്ത് വീണു. നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് വാഷ് ചെയ്യാന്നാണ്. അല്ല, വീണു അതുകൊണ്ട് നീ വീട്ടിലോട്ട് പോക്ക് വേണ്ടെന്ന് നോക്കുക? ഇല്ല, നീ ഒരിക്കലും ചെയ്യത്തില്ല. ഒന്ന് ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകും. നീ ഓടയെ വീണു അതുകൊണ്ട് ഇനി വീട്ടിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നീ നോർമലല്ല, ഓടയിലാണ്. ആക്ച്വലി പല കുട്ടികളും സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ പാപം ചെയ്യുമ്പോൾ അന്നേരത്തെ കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞാൽ മോചനം കിട്ടുവാണ്. അല്ലാതെ നിൽക്കുമ്പോൾ ഈ പാപത്തിൻ്റെ മേൽ ആര് സ്വാധീനം വരും? തിന്മയുടെ സ്വാധീനം വരും. തിന്മ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? ബുദ്ധിശൂന്യമായ ചിന്തകളും തീരുമാനങ്ങളും എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. സന്തോഷം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കേട്ട ഒരു കഥയാണ്. പണ്ടൊരു ഗുരുവിൻ്റെ അടുത്ത് യുവാവായ ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ഗുരു, ഞാൻ വലിയൊരു പാപം ചെയ്തിരിക്കുന്നു, ഞാനൊരു സ്ത്രീയെ നശിപ്പിച്ചു, അപ്പം അവളോട് അങ്ങനെ തെറ്റായ രീതിയിൽ പെരുമാറിയതിൽ എനിക്ക് വിഷമമുണ്ട്, എന്ത് പ്രായശ്ചിത്തം ചെയ്താലാണ് എനിക്ക് ഈ പാപബോധം എന്നെ ഒന്ന് വിട്ടുമാറുക എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, പ്രായശ്ചിത്തമുണ്ട്, നീ ഈ പെണ്ണിൻ്റെ രൂപത്തിൽ, ഈ സ്ത്രീയുടെ രൂപത്തിൽ ഒരു ഇരുമ്പ് പ്രതിമയുണ്ടാക്കി അതിനെ കെട്ടിപ്പിടിച്ച് കുറേ ദിവസം കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന് സന്തോഷമായി, വലിയ പ്രായശ്ചിത്തമൊന്നുമല്ല, ഇത് ചെയ്താൽ അവൻ്റെ പാപബോധം വിട്ടുമാറുമെന്ന് വിചാരിച്ചു. അവൻ പ്രതിമയൊക്കെ പണി കഴിപ്പിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നതിന് തൊട്ട് മുൻപ് ഗുരു പറഞ്ഞു, അതിനെ അങ്ങനെയല്ല കെട്ടിപ്പിടിക്കേണ്ടത്, അത് ഇരുമ്പ് പ്രതിമയായിരുന്നു, അതിനെ ഉരുക്കി അതിനെ ചുട്ടുപഴുപ്പിച്ച് ചുവന്ന നിറമാക്കിയിട്ടേ കെട്ടിപ്പിടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ ഒന്ന് പതറി. എന്നാൽ അവൻ്റെ പാപബോധം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് അവൻ തീരുമാനിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്യും, മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ചുട്ടുപഴുത്ത പ്രതിമ കെട്ടിപ്പിടിക്കുന്നതിന് തൊട്ട് മുൻപ് ഗുരു പറഞ്ഞു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പ്രായശ്ചിത്തം ചെയ്യാൻ നീ തീരുമാനിച്ച ആ നിമിഷം തന്നെ നിൻ്റെ പാപം നിന്നിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു, നീ ഇനി ഒരിക്കലും ഈ പാപം ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. നീ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിന്നെപ്പോലെ ഈ കാര്യം താല്പര്യമുള്ള പാപച്ചവയുള്ള യുവാക്കൾ ഇനിയുമുണ്ട്, അവർ ഈ പാപം ചെയ്യാതിരിക്കാൻ നീ അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് ഗുരു പറഞ്ഞ് അവനെ വിട്ടു. ഒരു നല്ലൊരു കഥയാണ്. പാപബോധം ഉണ്ടാകുന്നു, അതിന് ഗുരു റിക്കവർ ചെയ്യാനായിട്ട്. ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ യഥാർത്ഥ പാപബോധം വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ശിഷ്യൻ്റെ ഉള്ളിൽ ശരിക്കും പാപബോധം ഉള്ളതുകൊണ്ടാണ് എന്തും പാപത്തിൻ്റെ പ്രായശ്ചിത്ത ബലിയായിട്ട് ചെയ്യാനായിട്ട് അവനെ തയ്യാറാക്കുന്നത്. ഇതേപോലെ വാസ്തവം പറഞ്ഞാൽ ജെറിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ജെറിയോട് പറഞ്ഞു, ബൈബിൾ എടുത്ത് ലൂക്കായുടെ സുവിശേഷം വായിക്കാമെന്ന് പറഞ്ഞു. ജെറിക്ക് കിട്ടേണ്ട ഒരേ ഒരു അനുഗ്രഹം, ആദ്യം കിട്ട അനുഗ്രഹം എന്നറിയാവോ? തൻ്റെ ഈ പാപം ഈശോ ക്ഷമിക്കും, ഈശോ ക്ഷമിക്കാൻ മാത്രം വലിയ കരുണയുള്ള ഹൃദയമാണ് ഈശോയ്ക്കുള്ളതെന്ന് ഇവൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, അംഗീകരിക്കണം. ഇവൻ്റെ ഉള്ളിൽ വന്ന ഈ കൊച്ചു പാപം വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഈശോയുടെ കരുണയെക്കാളും വലുതായിട്ടാണ് എന്തിനെ കാണുന്നത്? തൻ്റെ പാപത്തെ കാണുന്നത്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 39-ാമത്തെ വാക്യം, ഈശോയെ കുരിശ് തറച്ചു കഴിഞ്ഞപ്പോൾ ഇടതും വലതും ഓരോ കള്ളന്മാരെ കൂടെ, പാപികളെ കൂടെ തറയ്ക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പറഞ്ഞൊരു വാക്കുണ്ട്. 39 വായിക്കാം.
കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രണ്ടുപേരും രണ്ട് മനോഭാവങ്ങൾ. ഒരാൾ എന്ത് ചെയ്യുന്നു, കുരിശ കിടക്കുന്ന ഒരു കള്ളൻ എന്ത് ചെയ്യുന്നു, അപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക, ഈ ലോക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. മറ്റേ കള്ളന് മനസ്സിലായി നമ്മളെല്ലാം ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അതുവരെയും കുരിശ് കയറുന്നിടം വരെയും പാപം ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് അയാൾ 42-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അവൻ യേശുവിലേക്ക് നോക്കുകയാണ്. 42 വായിക്കാം. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഉണ്ടോ? യേശുവേ, നീ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ശ്രദ്ധിക്കണം, കുരിശ് കയറുന്നിടം വരെ പാപം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവസാന നിമിഷം യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ കൂടെ ഓർക്കണമേ. കാരണം അവന് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ അനന്തമായ വിശാലത, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞവൻ. അവൻ പറഞ്ഞു, കർത്താവേ, എന്നെ കൂടെ ഓർക്കണമേ, എനിക്ക് പാവങ്ങൾ ഏറ്റുപറയാൻ പോലും യോഗ്യതയില്ല, നീ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താ? 43-ാമത്തെ വാക്യം വായിക്കാം. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. നരകയോഗ്യനെ ജസ്റ്റ് ആ നരകയോഗ്യനായ കള്ളൻ ദൈവമേനെ വിളിച്ചു തിരിഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ യേശു പറഞ്ഞു, ഇനി എന്നോടൊപ്പം എവിടെയായിരിക്കും? പറുദീസായിലായിരിക്കും. അതുപോലെ തന്നെ സന്തോഷേട്ടാ, ഇപ്പോൾ നമ്മുടെ ജെറിയുടെ കാര്യം കണ്ടു. അവനാണെങ്കിൽ ഒരു തിരിച്ചറിവ് ലഭിക്കാതെ പോയി, യേശുവിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ്, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈ തിരിച്ചറിവ് ലഭിക്കുന്നതോടൊപ്പം അവന് അതിൽ കൂടുതലായി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? തിരിച്ചറിവ് ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഒരു കാര്യത്തിൽ കിട്ടേണ്ടത് ഈശോയുടെ അനന്തമായ കരുണയുടെ വലിപ്പമാണ്. തൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്ന ഈശോയുടെ സ്നേഹമുണ്ട്. കാരണം നിൻ്റെ മാത്രമല്ല, സകല പാപങ്ങൾക്കും മതിയായവനാണ് ആര്? യേശുക്രിസ്തു. അതാണ് ഹെബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഹെബ്രായ 10:17 പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വായിക്കുന്നുണ്ട്. 10:17 നമുക്ക് വായിക്കാം. അവിടുന്ന് തുടർന്നു, അവരുടെ ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞു അവിടെ തുടരുകയാണ്, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. നമുക്ക് സ്കൂളിൽ നമുക്കറിയാം, ഒരു ടീച്ചർ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ബോർഡെ കുറേ എഴുതിയിട്ട് കണക്ക് പഠിപ്പിക്കാൻ വരുമ്പോൾ അടുത്ത ടീച്ചർ എന്ത് ചെയ്യുന്നു? മൊത്തം വായിച്ചത് കുറച്ച് വെച്ചേക്കുമോ? ഇല്ല. ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരാൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഈശോയെ ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ നിരവധിയായ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ വിശ്വാസത്താലാണ് അറിയുന്നത്. ഈശോയിൽ നമുക്ക് അങ്ങനെ വാസ്തവത്തിൽ ജെറിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിലും തൻ്റെ ഈ പാപം ക്ഷമിക്കാൻ മാത്രം വലിയവനാണ് ദൈവമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൻ്റെ ഉള്ളിൽ കുറ്റബോധം വരുമ്പോൾ കുറ്റബോധത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? തിന്മ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? തിന്മയെ സംബന്ധിച്ചോളം തിന്മ എന്ത് ചെയ്യുന്നു? തൻ്റെ കാര്യം വലുതാക്കി കാണിക്കും. വലുതായിട്ട്, നീ വലിയ പാപിയാണ്, നിന്നെ ദൈവം ശിക്ഷിക്കും, ദൈവം നിന്നെ കൈവിടും, നിനക്ക് ഐശ്വര്യം ഉണ്ടാകത്തില്ല, നീ ഒരിക്കലും ചെയ്യാൻ പാടാത്ത തെറ്റുകളാണ് ചെയ്തിങ്ങനെ ചിന്തകൾ തന്ന് നമ്മളെ ഡിപ്രഷനിലേക്ക് നയിക്കും. എന്നാൽ ദൈവകൃപയാൽ അന്ന് ജെറിക്ക് മനസ്സിലായി തൻ്റെ നിരവധിയായ പാപങ്ങൾ ആര് ക്ഷമിച്ചു? ഈശോ ക്ഷമിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം ജെറിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഈശോയുടെ അനന്തമായ കരുണയിൽ വിശ്വസിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഈ വലിയ കരുണയിൽ വിശ്വസിക്കാൻ നിനക്ക് പറ്റിയാലേ ഉള്ളൂ നിൻ്റെ ഈ കൊച്ചു പാപകടങ്ങും ഈ കരുണയിൽ എന്ത് ചെയ്യുന്നു? പരിഹരിക്കപ്പെടുമെന്ന് നിനക്ക് വിശ്വാസം വരിക. ദൈവകൃപയാൽ അവൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം അവനെ അനുവദിച്ചു, അവനക്ക് ഹീലിംഗ് കിട്ടി. അതുപോലെ തന്നെ സന്തോഷേട്ടാ, നമുക്ക് മറ്റുള്ളവരെ പാപങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് വഴി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുന്നത് വഴിയും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവന് കിട്ടേണ്ട ആദ്യത്തേതാണ് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. 2, ഇവൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് ആദ്യത്തെ ഈശോ പറയുന്നുണ്ട്, ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കരുണയിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും മാത്രമല്ല ചെയ്യേണ്ടത്. 2ാമത്തെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? 16-ാമത്തെ വാക്യം വായിക്കാം. 10:16. കർത്താവ് അരുൾ ചെയ്യുന്നു,
എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും. നിയമങ്ങൾ ഹൃദയത്തിന് ഞാൻ നൽകും. അതെന്ത് ചെയ്യുന്നു പറയാണ്? അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. മനസ്സുകളിൽ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? ആലേഖനം എഴുതിയിടാനായിട്ട് ഈശോ പറയും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്താൽ ഇവൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? നിറയപ്പെടണം. ഈശോയുടെ സമൃദ്ധമായ വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ എപ്പോഴും ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ, കുറ്റബോധം വരുമ്പോൾ അന്നേരം തന്നെ ഈശോയുടെ അനന്തമായ കരുണയെ ഏറ്റുപറയുന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന് ഓർക്കം ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത് അവൻ ചെയ്യേണ്ടതാണ് എന്ത് ചെയ്യുന്നു? ഇതേപോലെ പാപത്തിൽ അടിമപ്പെട്ട വ്യക്തികളെ എന്ത് ചെയ്യുന്നു? വിമോചിപ്പിക്കുന്നത് വഴി എന്ത് ചെയ്യുന്നു? അവന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. അതാണ് യാക്കോബ് ശ്ലീഹ എഴുതുന്ന ലേഖനം 5-ാം അധ്യായം, അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങളുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവൻ. ഉണ്ടോ? വചനം പറയാണ് എന്താണ്? നിങ്ങൾ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ, ഞാനിപ്പം നിങ്ങളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. പല കുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നമാണ്, വലിയ പാപങ്ങളെല്ലാം എടുത്ത് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ കുമ്പസാരം എന്ന കൂരാശ കഴിയും പറയും 2 സ്വർഗ്ഗസ്നായ പിതാവ് ചൊല്ലാം. അപ്പോൾ ഇവൻ്റെ വിചാരം എന്നറിയാമോ? ഞാൻ ഇത്രയും പാപം ചെയ്തിട്ട് പ്രായശ്ചിത്തമായിട്ട് പറഞ്ഞത് എന്താ? അപ്പോൾ ഇത്രയേ ഉള്ളോ തൻ്റെ പാപത്തിൻ്റെ ഗൗരവം എന്ന്. വാസ്തവത്തിൽ അതല്ല, മറിച്ചെന്താ? ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാലാണ് ഈ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നത്, ക്ഷമിക്കപ്പെടുന്നത്, അല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ആ മേഖലയിൽ ഒരു കുട്ടി അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അച്ഛൻ പറയുന്നതിനൊരു കുഞ്ഞു പ്രാർത്ഥന, ഈ കുഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ല, ഈ കുഞ്ഞു പ്രാർത്ഥനയേ ഉള്ളൂ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ ഭാഗത്തു നിന്ന്. മറിച്ച് നീ ചെയ്ത നിരവധിയായ പാപങ്ങളെല്ലാം ഈശോ അതിനാൽ തന്നെ ക്ഷമിക്കുകയാണ്. അപ്പോൾ നിനക്ക് ബോധപൂർവം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താ? പാപിയെ മാനസാന്തത്തിലേക്ക് നയിക്കുന്നത്, മറ്റുള്ളവരെ ആത്മരക്ഷയിലേക്ക് നയിക്കുന്നത് നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണം. സന്തോഷേട്ടാ, ഇപ്പം അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് കുമ്പസാരം എന്ന കൂദാശ വഴി പാപമോചനം ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിക്ക് ഇപ്പം ആ കുട്ടി ഒരു വലിയ പാപം ചെയ്തു, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആ കുട്ടിക്ക് എന്ത് ഉപദേശമാണ് നമുക്ക് നൽകാൻ സാധിക്കും? ആ കുട്ടിക്ക് ഈശോയോട് പ്രാർത്ഥിക്കാമല്ലോ. മാമോദിസ സ്വീകരിച്ച് കുമ്പസാരിക്കാൻ പറ്റുന്നില്ലേലും ആ കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാം. ഈശോയെ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പാപിയായി എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കരുണ ആ കുട്ടിക്ക് ലഭിക്കും. കാരണം ഈശോ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമല്ല. നമ്മൾ പറയില്ല, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്കോ പ്രത്യേക രാജ്യക്കാർക്ക് വേണ്ടിയോ പ്രത്യേക ഗോത്രത്തിന് വേണ്ടിയല്ല. ഈശോ വന്നിരിക്കുന്നത് സകലരുടെയും പാപത്തിൻ്റെ. അപ്പോൾ ഏത് വ്യക്തിയാണ്, അക്രൈസ്തവനായിക്കൊള്ളട്ടെ, ഏതൊരു വ്യക്തിയും കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനാൽ തന്നെ ആ വ്യക്തിക്ക് കരുണയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളരുവാനായിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഈശോയുടെ കരുണയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ വ്യക്തിയായ കുഞ്ഞുങ്ങളായ നമ്മൾ ഈശോയെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്നു, മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുമ്പോൾ. ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വായിക്കാം. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ യേശു ഏറ്റുപറയും. തള്ളിപ്പറയുന്നവനെ യേശു തള്ളിപ്പറയും. അപ്പോൾ ജെറിക്ക് ഇത് കിട്ടിയപ്പോൾ ജെറി എന്ത് ചെയ്യുന്നറിയാവോ? തന്നെ പോലെ താൻ പാപം ചെയ്ത് മോശമായി കാണിച്ച പെൺകുട്ടി അവൾ നശിച്ചു, ഇവൻ നശിച്ചു. പക്ഷെ ഇവൻ തിരിച്ചു വരാൻ സാധിച്ചു. ആ പെൺകുട്ടിയും ധ്യാനം കൂടി തിരിച്ചു വന്നു. അതിനുശേഷം ഇവൻ ചെയ്തൊരു പരിപാടിയുണ്ട്. ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവകൃപയിൽ ആ കുട്ടിക്ക് ദൈവം ചില പ്രചോദനം കൊടുത്തപ്പോൾ
നമ്മൾ ക്രിസ്ത്യൻ നടക്കുന്ന ഒരു കുഞ്ഞുമാല മാസികയുണ്ട് 10 വയസ്സിൽ താഴെ കുഞ്ഞുങ്ങൾക്കായിട്ട്. ഈ മാസിക 10 കോപ്പി വാങ്ങി 10 വീട്ടിൽ കൊടുക്കാൻ തുടങ്ങി, 10 കൂട്ടുകാരോട്. അപ്പോൾ എന്താ, ഈശോയെക്കുറിച്ച് പറയാനറിയാൻ മേലെങ്കിലും ഈശോയുടെ വചനങ്ങൾ ആ 10 പിള്ളേരൊക്കെ തരാം, ഇവർക്ക് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 10 വീട്ടുകാരോട് ആരെക്കുറിച്ച് പറയാൻ തുടങ്ങി? ഈശോയെക്കുറിച്ച് പറയുവാണ്. അപ്പോൾ ഇവൻ ഇത് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാർ പറയും, മോനെ നീ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്, ജെറി നീ എന്ത് ചെയ്യണം, എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയാം. അപ്പോൾ ഇവനെന്ത് ചെയ്തു? മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അപ്പോൾ ഇവൻ ഈ മാസിക വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ആ വീടുകളിൽ 10 വീടുകളിൽ യേശുവിനെ എത്തിക്കുന്നു. വീണ്ടും അവർ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയും എന്തായി മാറി? വലിയൊരു സുവിശേഷ വേലയായിട്ട് മാറി. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഗുണം എന്നറിയാവോ? ഇവന് പഴയ പാപത്തെക്കുറിച്ച് ഓർമ്മയില്ല, ഓർമ്മ കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ചിന്തിക്കാനും തുടങ്ങി. അത് അവൻ്റെ സ്വഭാവത്തിൽ, ചിന്തയിലെല്ലാം എന്ത് ചെയ്തു? മാറ്റം വരുത്തി. അതിനുമുമ്പ് വരെയും അവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? പഴയ പാപത്തെക്കുറിച്ച് ഓർത്തിട്ട് നിരാശയിലേക്ക് പോകുന്നു. ഇപ്പോഴെന്താ? നല്ല സന്തോഷത്തോടു കൂടി 10 കുട്ടികൾക്ക്, അതുമാത്രമല്ല സ്കൂളിലാണെങ്കിൽ അവൻ എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരോടൊക്കെ ധ്യാനം കൂടാനൊക്കെ പറയാൻ തുടങ്ങുന്നു. ഞാനിങ്ങനെ ധ്യാനം കൂടി, എനിക്ക് ഈശോ അനുഭവം. അങ്ങനെ അവരെ നിർബന്ധിക്കുന്നൊന്നുമില്ല, പക്ഷേ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തി. അപ്പോൾ ഇവൻ പലർക്കും എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ സന്തോഷേട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പല കൂട്ടുകാരും കുമ്പസാരം എന്ന കൂദാശയിലൂടെ സന്തോഷേട്ടൻ പറഞ്ഞതുപോലെ ആ പ്രാർത്ഥന ചൊല്ലുന്നതുകൊണ്ടാണ് പാവമോചനം ലഭിക്കുന്നത് ഒരു ചിന്ത കൊണ്ട് കുമ്പസാരിക്കുന്നവരുണ്ട്. എന്നാൽ ശരിക്കും നമ്മൾ അനുദപിച്ച് നമ്മുടെ തെറ്റുകൾ ഈശോയോട് ഏറ്റുപറയാൻ തയ്യാറാകുന്നതുകൊണ്ടല്ലേ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും പാപങ്ങൾ മോചിക്കപ്പെടുന്നത് പാപത്തെയോർത്ത് അനുദപിച്ച് ഏറ്റുപറയുന്നത് കൊണ്ടാണ്. ഏറ്റുപറയുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും വീണ്ടും പാപത്തിൽ പോകാനൊരു കാരണം ഏറ്റുപറച്ചിലുകൊണ്ട് നമ്മുടെ ലൈഫ് തീരുവാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ധൂർത്തപുത്രൻ വന്ന് പിതാവിനെ കെട്ടിപ്പിടിച്ചു, അപ്പ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിനുശേഷം ധൂർത്തപുത്രൻ എങ്ങോട്ട് കയറി? വീടിനകത്തോട്ട് കയറി. അവിടെ കൊണ്ട് നിന്നില്ല. അപ്പനെനിക്ക് വാസ്തവത്തിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈ കെട്ടിപ്പിടുത്താണ് കിട്ടുന്നത്. ഈശോയെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നു. എന്നിട്ട് ഈശോ പറയുന്നത് എന്താ? അങ്ങോട്ട് അകത്തോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ചില കുട്ടികളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നു? അവർ വീണ്ടും പുറത്ത് നിൽക്കുന്നു, വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു പോകുന്നു. കുമ്പസാരം എന്ന കൂദാശയിൽ കുമ്പസാരം കൊണ്ട് സംഭവിക്കുന്നത് മകൻ വരുമ്പോൾ സ്വീകരിക്കുന്ന പിതാവിൻ്റെ അനുഭവമാണ്. പിതാവ് എന്താ പറയുന്നത്? അകത്തോട്ട് കയറുക. അകത്ത് കയറുന്ന കുട്ടിക്ക് ഒരിക്കലും പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് അകത്ത് കയറാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പഴയ ഓർമ്മകൾ നമ്മളെ പിന്തുടരും. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും കുറ്റബോധത്തിൽ അടിമപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ഈശോയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ തിരിച്ചറിവ് കിട്ടണം. അല്ല അവർ വീണ്ടും വീണ്ടും കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഏതെങ്കിലും പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയില്ല, ക്ഷമിച്ചിട്ടില്ല തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തിലെ ചില പാപങ്ങൾ 1-ാം പ്രമാണം ലംഘിച്ചു, 6-ാം പ്രമാണം ലംഘിച്ചു, അതിൻ്റെ പേരിൽ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കുഞ്ഞെ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ധൈര്യമായിരിക്കുക. ഈശോയുടെ സ്നേഹത്തിന് മുമ്പിൽ, യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മുമ്പിൽ നമ്മുടെ പാപങ്ങൾ വളരെ ചെറുതാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിനായി കൊണ്ടുപോകുവാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റാൻ അനന്തമായ കരുണയുള്ളവനാണ് നമ്മുടെ യേശു ക്രിസ്തു. അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക, അവൻ്റെ കരുണയിൽ ആശ്രയിക്കുക, അവിടുന്ന് നമ്മളെ നയിക്കും. നല്ല ഈശോയെ, ഇന്നേ ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പലപ്പോഴും പാപം ചെയ്ത് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ആ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ അനന്തമായ കരുണയെ ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ അനുഗ്രഹത്തോടെ, അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പാപം ചെയ്യാത്തവരായി നമ്മിൽ ആരുമില്ല. എന്നാൽ നല്ല കള്ളനെ പോലെ നമുക്കും ഈശോയെ നോക്കി വിളിക്കാം ദൈവമേ എന്ന്. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം.